Hi friends, welcome to our channel Key on Fire. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാം, ദാറ്റ് ഈസ് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാസ് എവിടെ, അപ്പോൾ ഒരു നമ്മൾക്ക് എക്സാക്ട്ലി ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു സ്ഫിയറോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഫുൾ ബോഡിയുടെ വെയിറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ്, അത് ഓൾമോസ്റ്റ് അതിൻ്റെ സെൻറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. പക്ഷേ ചില കേസിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ പാർട്ടിക്കിൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. സോ ഇവിടെ ഒരു പാർട്ടിക്കിളുണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിളുണ്ട്. എക്സാക്ട്ലി നമുക്ക് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം രണ്ടും ഈക്വൽ മാസ് ആണ്, ഇത് എം ആണ്, ദിസ് വൺ ഈസ് ഓൾസോ എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലാണെന്ന് പറയാം, രണ്ടിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സെൻറ്ററിലും രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ. ബട്ട് ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ, ഒരു പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിലോ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലോ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നതെന്ന്, ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടി ചേർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ദിസ് വൺ ഈസ് x1 y1 ആണെന്ന് വിചാരിക്കാം, ദിസ് ഈസ് x2 y2, ദിസ് ഈസ് x3 y3. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ 0 0 ഒറിജിൻ. ഓക്കെ, ദിസ് വൺ ഈസ് അവർ y, ഇത് x ആണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, ഓക്കെ അത് അവിടെ എഴുതിയിട്ടുണ്ട്. സോ എക്സ് കമ്പോണൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു അപ്പം ഇത് നമുക്ക് M1 ഈ ഡിഫറെൻറ്റ് മാസ് ആണെങ്കിൽ M1 M2 M3 ആണ്, ഡിഫറെൻറ്റ് മാസുമാണ്, ഡിഫറെൻറ്റ് പ്ലേസസിലാണ് അത് ഇരിക്കുന്നതെങ്കിൽ വാട്ട് വുഡ് ബി ദ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ കമ്പോണൻറ്റ്. അതിൻ്റെ എക്സ് ആക്സിസ്, സെൻറ്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് M1, x1 ഇൻറ്റു M1 പ്ലസ് x2 M2 പ്ലസ് x3 M3. ഇനിയും വേറെ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. ഇപ്പോൾ 3 ഉള്ളെങ്കിൽ ഈ കേസ് ഇങ്ങനെ ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, അതുമാതിരി തന്നെ y ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y കമ്പോണൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു സിമിലർ അല്ലേ, y സിമ്പിൾ അല്ലേ, y1 M1 പ്ലസ് y2 M2 പ്ലസ് y3 M3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ xi സെൻറ്റർ ഓഫ് മാസ് yi സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്ന് നമുക്ക് ഈ കറസ്പോണ്ടിങ് xiക്കും yiക്കും കൂടെ ചേർന്ന് എവിടെയെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് മാസ് പോയിന്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ആ വന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് 2025 B.Pharm വന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം എടുത്തത്. 3 പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസ്. എന്താ പറഞ്ഞേക്കുന്നത്, 3 പാർട്ടിക്കിൾ ഉണ്ട്, അത് ഈക്വൽ മാസ് ആണ്. 3 പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസ് ലൈ ഈക്വൽ മാസ് ആണ്. 3 പാർട്ടിക്കിൾ ഉണ്ട്, ലൈ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ഫ്രം ഒറിജിൻ. 3 പാർട്ടിക്കിൾ ഒറിജിനിൽ നിന്ന് ഇത്രയും സെൻറ്റിമീറ്റേഴ്സ് മാറി പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഈക്വൽ മാസുമാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദർ സെൻറ്റർ ഓഫ് മാസ് ഫ്രം ഒറിജിൻ. അപ്പം നമുക്കറിയാം ഇത് നമ്മൾ ഒരു ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് അവർ ഒറിജിൻ 0 0, ഇത് വന്നിട്ട് എക്സ്, ദിസ് ഈസ് അവർ വൈ. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒറിജിനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് എക്സ് ആക്സിസിലാണെന്ന് വിചാരിക്കാം. അപ്പം 1 സെൻറ്റിമീറ്റർ മാറിയിട്ടെന്ന് പറയുമ്പം ഇതിൻ്റെ വൈ കമ്പോണൻ്റ് എന്താ, അതിൻ്റെ 0 അല്ലേ. അപ്പോൾ എക്സ് ഈസ് 1, വൈ ഈസ് 0, എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അടുത്ത എത്ര സെൻറ്റിമീറ്ററാണ്, 2 സെൻറ്റിമീറ്റർ 2 0, അടുത്തത് 3 0. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നമ്മളിതിനെ എ എന്നെടുക്കാം, ബി എന്നെടുക്കാം, സി എന്നെടുക്കാം. സോ പോയിൻ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ ഫ്രം ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്, വൈ കമ്പോണൻ്റ് അതിൻ്റെ 0 ആണ്, 1 സെൻറ്റിമീറ്റർ ഫ്രം ഒറിജിൻ ആണ്. ഇതിൻ്റെ എക്സ് ഡയറക്ഷൻ നമ്മൾ എടുത്തു 1, അടുത്തത് 2, അടുത്തത് 3, മൂന്നും ഒരേ ഡയറക്ഷനിലാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അതിനെല്ലാം ഈക്വൽ മാസ്സാണ്. അപ്പോൾ ദിസ് വൺ ഈസ് ഹാവിങ് എം, എല്ലാത്തിനും എം. അപ്പം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. എയുടെ കേസിൽ x1 ഇസ് ഈക്വൽ ടു എത്രയാണ്, 1, ഫുൾ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, y1 ഈസ് ഈക്വൽ ടു 0. ബീൻ്റെ കേസിൽ മാസ് ഈസ് ഈക്വൽ ടു എം. ഇനി കേസ് ബി എടുത്തു കഴിഞ്ഞാൽ x2 ഈസ് ഈക്വൽ ടു 2, y2 ഈസ് ഈക്വൽ ടു 0, m ഈസ് ഈക്വൽ ടു m. സെയിം മാസ് അല്ലേ, x3 ഈസ് ഈക്വൽ ടു 3,
അല്ലേ, y3 is equal to 0, m is m. So m1 is m, m2 is 1, m3 is also 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? x കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. m1 എത്രയാണ് നമുക്ക്? ദാറ്റ് ഈസ് m, x1 എത്രയാണ്? 1 പ്ലസ് m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് m, x2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് m3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ m ഇൻറ്റു x3 എന്ന് വെച്ചാൽ 3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് വെച്ചാൽ m പ്ലസ് m പ്ലസ് m. അപ്പോൾ നമുക്ക് m പുറത്തേക്ക് എടുത്താലോ? m ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3m അല്ലേ. m പ്ലസ് m പ്ലസ് m എന്ന് പറഞ്ഞാൽ 3m. അപ്പോൾ ഈ m ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 2 1 3 3 6 6/3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് y കമ്പോണൻറ്റും കൂടെ കണ്ടുപിടിക്കാം. y ഓക്കെ, ഒറിജിൻ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ x മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സ്റ്റിൽ വി ക്യാൻ y ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? m1 y1. നമ്മുടെ y1ഉം y2ഉം y3 എല്ലാം 0 ആയതുകൊണ്ട് അതെന്തായി വരും? y1 ഈസ് 0. അപ്പം നമ്മുടെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം 2. അപ്പോൾ ഇത് തന്നെയല്ലേ വരെ. ഓക്കെ, ഈ പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, എല്ലാം ഈക്വൽ മാസ് ആയതുകൊണ്ട് സോ ദാറ്റ് പോയിൻറ്റ് 2 ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്നു, മൂന്നും ഒരേ സൈസ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ, 3 സാധനം ഒരേപോലെ ഇരിക്കുന്നു, അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലുമാണ് നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്ത് കണ്ടുപിടിക്കാം. സോ 2 0. സോ സെൻറ്ററിൽ നിന്ന് ഒറിജിനിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റേഴ്സ്. എല്ലാ സെൻറ്റിമീറ്റേഴ്സിലല്ലേ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ, പോസ് ചെയ്തിട്ട്. അടുത്ത പ്രോബ്ലം കീം 2025 ഒരു പ്രോബ്ലമാണ്. 4 ഐഡൻറ്റിക്കൽ പോയിൻറ്റ് മാസസ് ആർ പ്ലേസ്ഡ് അറ്റ് കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ABCD. 4 ആണ് ഐഡൻറ്റിക്കൽ പോയിൻറ്റ് മാസസ് ആണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു സ്ക്വയർ ABCD. സ്ക്വയറിന് ABCD ഒരു സ്ക്വയറിൻ്റെ 4 പോയിൻറ്റ്സിലാണ് അത് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അത് സെൻട്രൽ തന്നെയാണ്, ഓയിൽ തന്നെയാണ്, സ്ക്വയറിൻ്റെ സെൻറ്റർ തന്നെയാണ്. ഇഫ് ദ മാസ് അറ്റ് ബി, അപ്പോൾ ഒരു പോയിൻറ്റിലെ മാസ് ഈസ് റിമൂവ്ഡ്, അറ്റ് ബിയിലെ മാസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ന്യൂ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും കിടക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ XY കോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിക്കാം. 2 പോയിൻ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് 2 പോയിൻ്റ് നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു ABCD സ്ക്വയർ എന്ന് വിചാരിക്കുക. ABCD സ്ക്വയർ നമുക്ക് ഈ ഒറിജിനലിൽ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒരു 2/2 ഒരു സ്ക്വയർ നമുക്ക് 2/2ൻ്റെ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് A എന്ന് വിചാരിക്കാം. ബട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ 2/2 ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. 2/2ൻ്റെ ഒരു സ്ക്വയർ ഉണ്ട്. This is A, B, C, D. ABCD എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഉണ്ട്. A പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് 0 0 ആണെന്ന് കരുതുക. O is 0 0. ഇത് നമ്മുടെ പ്ലസ് ആക്സിസ് അല്ലേ, പ്ലസ് ആക്സിസ് ആയതുകൊണ്ട് Cൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? ഇവിടെയും നമുക്ക് ഇത് ഇത്ര ഒന്നാന്ന് വിചാരിക്കുക, 1. ദിസ് ഈസ് ഓൾസോ 1. തിരിച്ച് സ്ക്വയർ ആയതുകൊണ്ട് ഇതും 1 ഇതും 1 അല്ലേ. ഓക്കെ, ദിസ് ഇവിടേക്ക് വരുമ്പോൾ -1. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആക്സിസ് ആണ് എക്സിൻ്റെ, ഇത് നെഗറ്റീവ് ആക്സിസ് ആണ് അല്ലേ. ഇതാണല്ലോ നമ്മുടെ പ്ലസ്, ഇവിടേക്കും ഇവിടേക്കാണ് പ്ലസ്. സോ ഈ പോയിന്റിൽ വരുന്നതുകൊണ്ട് x ഈസ് പ്ലസ്, ദാറ്റ് ഈസ് 1 എടുക്കുക. y എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതെങ്ങനെ കിട്ടുന്നത് മനസ്സിലാവല്ലോ. ഈ സ്ക്വയറിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2 ആക്സിസും എക്സും വൈയും എന്താണ്? പ്ലസ് ആയിരിക്കും. ഇവിടുന്ന് ഒരു 1 മീറ്റർ മാറിയിട്ടും ഇവിടുന്ന് 1 മീറ്റർ മാറിയിട്ടുള്ള പോയിൻ്റാണ് B എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പോയിൻ്റ് A എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ഇവിടെ നെഗറ്റീവാണ്, എക്സ് നെഗറ്റീവാണ്, ഇങ്ങോട്ട് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആക്സിസിൽ -1, ഈ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആയിരിക്കും എക്സ് ആക്സിസ്. y എന്ന് പറഞ്ഞാൽ +1 ആണ്. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ഈസ് -1,
ഇവിടെ -1. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ -1, രണ്ട് ഡയറക്ഷനിലും മൈനസാണ്, ഇങ്ങോട്ടും മൈനസ് ഇങ്ങോട്ടും മൈനസ്. സോ പോയിന്റ് ഡി എന്ന് പറയുന്നത് എന്താണ്? -1 പോയിന്റ് സി എല്ലാം ഐഡൻറ്റിക്കൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എം ആയിരിക്കും. ദിസ് വൺ ഈസ് ഓൾസോ എം. അപ്പോൾ 4 കോൺസെൻട്രേറ്റഡ് പോയിന്റ് മാസസ് ഉണ്ട്, 4 കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സെൻറ്റർ ഒറിജിനലാണ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് ദ മാസ് ബി, നമ്മുടെ മാസ് ബീനെ അങ്ങ് ഇവർ ഒഴിവാക്കി, ഈ മാസ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ 3 പോയിൻറ്റ്സേ ഉള്ളൂ, 3 പോയിൻറ്റ്സേ ഉള്ളൂ. 3 പോയിൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ അറിയാം. ഈ എക്സ് ഐ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 m1 പ്ലസ് x2 m2 പ്ലസ് x3 m3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 അല്ലേ. y ഓഫ് ഐ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 m1 plus y2 m2 plus y3 m3 divided by m1 plus m2 plus m3. അപ്പം നമ്മുടെ ഈ ബി പോയിൻ്റ് ഇല്ലല്ലോ, അപ്പം നമുക്ക് 3 പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പം എ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x1 ഇസ് ഈക്വൽ ടു -1, ഇതാണല്ലോ x1, y1 ഇസ് ഈക്വൽ ടു +1. എല്ലാത്തിൻ്റെ കേസിൽ m1, ഓക്കെ, m1 ഈസ് ഈക്വൽ ടു m. ഇനി ബീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബി വേണ്ട. ഓക്കെ, വി ആർ അവോയ്ഡിങ് ദാറ്റ്. ബി ക്യാൻസൽ ചെയ്തു, ബി വേണ്ട. ഓക്കെ, ബി ഈസ് നോട്ട് ആഡഡ്, ബി റിമൂവ് ചെയ്തു സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ നമുക്കിനി 3 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ ഹാവ് സിൻ്റെ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1, y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1, m1 അല്ല ഇത് സി എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുക്കാം. നമുക്ക് x2 ആയിട്ട് എടുക്കാവേ, y2. ഓക്കെ, m2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ m. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡി. x3 ഇസ് ഈക്വൽ ടു എത്രയാണ്? -1, y3 ഇസ് ഈക്വൽ ടു -1, m3 ഇസ് ഈക്വൽ ടു m. ഓക്കെ, ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് കോമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു x1 എത്രയാണ്? -1. അപ്പോൾ എല്ലാത്തിലും എം കോമൺ ആയതുകൊണ്ട് നമുക്ക് എം വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയി, നല്ല എഴുതിയേക്കാം. ഓക്കെ, -1 ഇൻറ്റു എം പ്ലസ് x2 എത്രയാണ്? +1 ഇൻറ്റു എം പ്ലസ് അല്ല -1 ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 3m അല്ലേ. എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു -1 എമ്മും ഒരു +1 എമ്മും ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ബാക്കി എന്താ? എം ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളത് -1/3. ഇനി y-ൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ y1 m1, y1 എത്രയാണ്? 1 ഇൻറ്റു m1 ഈസ് m പ്ലസ് y2 ഈസ് -1 ഇൻറ്റു m, പിന്നെ y3 എന്ന് പറഞ്ഞാലും -1 ഇൻറ്റു m ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് പറഞ്ഞാൽ അഗെയിൻ ദാറ്റ് ഈസ് 3m. ഇനി ഒരു +1 എം ഒരു -1 ക്യാൻസൽ ചെയ്തു, -1/3. എമ്മും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -1/3. അപ്പോൾ -1/3 ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ XY കമ്പോണൻറ്റ്. XY എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ പോയിൻ്റ് എന്ന് എത്രയാണ്? -1/3 -1/3 എവിടെ വരും? രണ്ടും മൈനസ് ആവുന്നത് ഈ കമ്പോണൻറ്റിലല്ലേ. എക്സും മൈനസാണ്, വൈയും -1 ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എവിടെയായിരിക്കും? ഈ ഡയഗണലിൽ എവിടെയെങ്കിലും ആയിരിക്കും. കാരണം ഈ ഡയഗണലിലുള്ള എല്ലാം ഇങ്ങനെയാണല്ലോ വരുന്നത്, 1 1 2 2 രണ്ടും ഈക്വറ്റ്. അപ്പം ഏകദേശം ഇവിടെ ആയിട്ട് വരും. എന്താ 1/3 1/3 എന്ന് പറഞ്ഞാൽ 0.3, ഏകദേശം പകുതി 1/3 ആയിട്ട് വരും. ഇവിടെയാണ് -1/3 +1/3 അല്ല, രണ്ടും മൈനസ് ആയിട്ടുള്ള സാധനം വരുന്നത്. കാരണം ഏകദേശം ഇവിടെ ആയിട്ടൊരു ഇത് 1 ആണല്ലോ, -1 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടും ഇതിൻ്റെ ഇവിടെ ആയിട്ടും വരും. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ഇവിടെ എങ്ങാണ്ട്. ഇതാണ് നമ്മുടെ പോയിൻ്റ്. സോ ആ പോയിൻ്റ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് ടു ബി. ബീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് OD യിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ഓൺ OD. ഓക്കെ,
അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ആലോചിക്കുക. അതല്ല നിങ്ങൾക്ക് ഈസി ആക്കാനാണ് ഞാൻ 2 എന്ന് പറഞ്ഞത്, ഒരു സൈഡ് 1 1 ഒരു സൈഡ് ഇങ്ങനെ 2 എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് എ ബി എന്നോ എന്തെങ്കിലും പറഞ്ഞെടുക്കാം. ബട്ട് ഇതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും 4 പോയിന്റ് തന്നിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 3 പോയിന്റേ ഉള്ളൂ. ആ 3 പോയിന്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്പേസിലുള്ള പോയിന്റ് XY പ്ലെയിനിലുള്ള പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ -1 -1. അപ്പം ഈ ഒരു ക്വാഡ്രൻറ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ദിസ് ഈസ് 0, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. രണ്ടും പ്ലസ് ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ് റൈറ്റ് ടോപ്പിൽ വരുന്നത്. പിന്നെ ലെഫ്റ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ y പ്ലസ് ആയിരിക്കും, x ഇങ്ങോട്ട് വരുമ്പോഴേക്കും മൈനസ് ആയിരിക്കും. ഇവിടെയുള്ളത് രണ്ടും മൈനസ് ആണ്. ഈ സൈഡിൽ റൈറ്റ് ബോട്ടം വരുന്നത് ഈ പോർഷൻ x എല്ലാം പോസിറ്റീവാണ്, ബട്ട് y മൈനസ് ആണ്. അപ്പോൾ y ടേം മൈനസ് ആയിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇപ്പോൾ ABCD ഇങ്ങനെ എഴുതിയാൽ പോലും എങ്ങനെ എഴുതിയാലും യുവർ ആൻസർ വുഡ് ബി OD എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഈ പോയിന്റ് ABCD എന്നുള്ള പോയിന്റ് ഇവിടെ ABCD അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. കാരണം സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അവർ സെൻറ്റർ ഓഫ് മാസ് ലൈസ് ഓൺ OD. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നമ്മുടെ കീം 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kg ഹാസ് എ ലെങ്ത് ഓഫ് 1 meter. ഒരു യൂണിഫോം ആയിട്ടുള്ള തിൻ റോഡുണ്ട്, അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 3 kg ആണ്. ആ റോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 meter ആണ്. ഇഫ് എ പോയിന്റ് ഓഫ് മാസ് ഓഫ് 1 kg ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 centimeters ഫ്രം ഇറ്റ് സെൻറ്റർ. നോട്ട് ചെയ്തോണം. ദ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ്സ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ്. എന്ന് വെച്ചാൽ എന്താ, ഒരു യൂണിഫോം തിൻ റോഡ്, ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കുന്നതേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് എ തിൻ റോഡാണ്, ഒരു യൂണിഫോം തിൻ റോഡാണ്. ആ ടോട്ടൽ അതിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഇതിൻ്റെ ലെങ്ത് പറഞ്ഞേക്കുന്നത് 1 meter ആണ്. സോ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആക്ട്സ് അറ്റ് എത്രയാണ്, 50 centimeter. അത് നമ്മളൊരു ഇത് 0 ആയിരുന്നു എടുക്കുക, ചുമ്മാ ഇതൊരു പോയിന്റ് 0 ആയിരുന്നു എടുക്കുക. ഇവിടെയാണ് ഇതിൻ്റെ മാസ് ആക്ട് ചെയ്യുന്നത്. എത്ര ഇതിൻ്റെ മാസ് തന്നേക്കുന്നത്, ദിസ് വൺ ഈസ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ദാറ്റ്സ് മാസ് ഈസ് m1 ഈസ് ഈക്വൽ ടു 3 kg. പിന്നെ അവരെന്താ പറയുന്നത്, അതിനുശേഷം ഇഫ് എ പോയിന്റ് ഓഫ് മാസ് ഓഫ് 1 kg, ഒരു 1 kg ഇതിനോട് ചേർത്തിട്ടുണ്ട്. എവിടെയാണ്, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 centimeters. അപ്പം നമുക്കറിയാം ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുന്ന് 50 ആണ്, 50 centimeter, 1 meter അല്ലേ, ഇവിടുന്ന് ഇറ്റ് ഈസ് 50 centimeters. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന്, ഈ സെൻറ്റർ ഓഫ് ദിസ് റോഡിൽ നിന്ന് 40 centimeter മാറി 40 centimeter മാറി അടുത്തൊരു ഫോഴ്സ്. സോ ദിസ്, അപ്പോൾ ഇതിൻ്റെ ഇത് 0 ആണെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് എത്രയായിരിക്കും, പോയിൻ്റ് 2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് x ഡയറക്ഷനിൽ ഇറ്റ് ഈസ് 40, ഞാൻ സെൻറ്റിമീറ്ററിൽ എഴുതുവാണ്. y ഡയറക്ഷൻ 0, വൈന് ചേഞ്ച് ഇല്ല, x ഡയറക്ഷൻ തന്നെയാണ്. ഈ തിൻ റോഡ് ആയതുകൊണ്ട് എക്സിൽ തന്നെ നമുക്ക് എടുക്കാം. സോ ഇത് m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് m2 ഈസ് 1 kg. അങ്ങനെയാണെങ്കിൽ നേരത്തെ സെൻറ്റർ ഓഫ് മാസ് ഈ റെഡ് ആയിരുന്നു, കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതായിരുന്നു. ഒരു എക്സ്ട്രാ മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എങ്ങോട്ട് മാറി. എന്തായാലും നമുക്കറിയാം ഇതിൻ്റെ ഇടയ്ക്കാണ് മാറിയിട്ടുള്ളതെന്ന്. അത് എക്സാക്ട്ലി എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പം ഫസ്റ്റിൽ m1 ഈസ് ഈക്വൽ ടു എത്രയാ, 3 kg. ഓക്കെ, x1 ഈസ് ഈക്വൽ ടു 0, y1 ഈസ് ഈക്വൽ ടു 0, xy അത് നമ്മൾ 0 ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ ഇവിടെ നിന്നൊരു 40 centimeter മാറിയിട്ടാണ് അടുത്ത പോയിന്റിലോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. y ഡയറക്ഷനിൽ മാറ്റമില്ല. അതുകൊണ്ട് സോ അവർ m2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 kg, 1 kg ആണ് പറഞ്ഞേക്കുന്നത്. അവർ x2 ഈസ് ഈക്വൽ ടു 40 centimeters, y2 ഈസ് അഗെയിൻ 0. ഇനി നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ ഇൻ എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, m1 x1 പ്ലസ് m2 x2, 2 പോയിൻറ്റ്സ് അല്ലേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എത്രയാണ് നമ്മുടെ m1 ഈസ് 3 kg അല്ലേ, 3 kg, m1 ഈസ് 3 kg ഇൻറ്റു x1 ഈസ് 0 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 1 kg, x2 എന്ന് പറഞ്ഞാൽ 40 centimeters. അങ്ങനെ തന്നെ കൊടുക്കുക, ഞാനിത് മാറ്റിയില്ല, കാരണം നമുക്ക് ഇനി സെൻറ്റിമീറ്ററിൽ തന്നെ കിട്ടിയാൽ മതിയല്ലോ, അത് ചേഞ്ച് ഇല്ല. m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 പ്ലസ് 1
സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വരും? ദിസ് ബിക്കം 0. ബാക്കി 40 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സ്. ഇനി y പ്രത്യേകിച്ച് കാണണോ? y സെൻറ്റർ ഓഫ് മാസ് in the y direction is equal to again m1 y1 plus m2 y2 by m1 plus m2. സോ നമ്മുടെ y1ഉം y2ഉം എല്ലാം y1 is 0 y2 is 0 ആയതുകൊണ്ട് ദീസ് രണ്ട് ടേമും എന്തായി മാറും? 0 0 ആവുന്നതുകൊണ്ട് ഇറ്റ് ബിക്കം 0. സോ 10 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്. സോ 10 0 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ XY ആക്സിസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റി മാറി. ദിസ് വുഡ് ബി അവർ ന്യൂ സെൻറ്റർ ഓഫ് മാസ് അല്ലേ? ഇതെന്ന് പറയുന്നത് 10 0 ആയിരിക്കും. 10 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പുതിയ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 0. ദാറ്റ് ഈസ് അവർ സെൻറ്റർ ഓഫ് മാസ്, ന്യൂ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ് വന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് തന്നിട്ടുണ്ട്, ഒരു ബോഡി തന്നിട്ടുണ്ട്, അതിന് സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞേക്കുന്നു. കാരണം അത് ഈക്വൽ യൂണിഫോം ബോഡി ആയതുകൊണ്ട്. പിന്നെ ഇച്ചിരി മാറിയിട്ട് പുതിയൊരു മാസ് അതിലേക്ക് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ പോയിന്റ് തന്നിട്ടുണ്ട് 40 0 തന്നിട്ടുണ്ട്. 40 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ഇത് 0 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 40. അതല്ല ഈ എന്താണ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നതെങ്കിൽ അത് വ്യത്യാസം വരും. വാട്ട് എവർ യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എടുക്കാം. എനിക്ക് ഇപ്പോൾ ഇത് സൗകര്യമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് 0 0 എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? കാരണം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. സോ വെരി സിമ്പിൾ. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അടുത്ത പ്രോബ്ലം കീം 2021 ഒരു പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. ദ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് 3 പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m, 2m ആൻഡ് 3m ആർ റെസ്പെക്റ്റീവ്ലി 0 0 1 0 ആൻഡ് -2 0. ദ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ഇത് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ചുമ്മാ എഴുതി കാണിക്കാം. അതായത് നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു x1, m എന്ന് പറയുമ്പോൾ m ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2m ഇൻറ്റു 1 അല്ലേ? 2m ഇൻറ്റു 1 plus 3m into -2 divided by m plus 2m plus 3m. അപ്പോൾ എത്ര കിട്ടും? ഇത് 0. അപ്പോൾ 2m മൈനസ് 23 6m ഡിവൈഡഡ് ബൈ 6m. ദാറ്റ് ഈസ് മൈനസ് 4m ബൈ 6m. സോ ഇറ്റ് ഈസ് -2/3. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ പറയാം. കാരണം നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ദ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് 3 പാർട്ടിക്കിൾസ് ഓഫ് മാസസ്. 3 പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മാസസ്, അതായത് ഒരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റിൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു പാർട്ടിക്കിളിൻ്റെ ഫസ്റ്റ് പാർട്ടിക്കിൾ 0 0 ഇരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിക്കിൾ 1 0 1 0 എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെയായിട്ട് വരും. 1 0 അടുത്ത പാർട്ടിക്കിൾ ഇരിക്കുന്നു. ഈ പാർട്ടിക്കിളിന് മാസ്, ഇത് ഫസ്റ്റ് പാർട്ടിക്കിളാണ്, ഇതിന് m. സെക്കൻഡ് പാർട്ടിക്കിളാണ്, ഇതിന് എത്രയാണ് ഉള്ളത്? 2m. ഇതിൻ്റെ മാസ് 2m. ഫസ്റ്റ് പാർട്ടിക്കിൾ, സെക്കൻഡ് പാർട്ടിക്കിൾ 2m. ഇനി തേർഡ് പാർട്ടിക്കിൾ -2 0 -2 0 എന്ന് വെച്ചാൽ ഇവിടെ എങ്ങാണ്ട് വരുമല്ലോ. ഓക്കെ, ഇവിടെ എങ്ങാണ്ട് വരും. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് തേർഡ് പാർട്ടിക്കിൾ, അതിൻ്റെ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ -2 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയോ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ എങ്ങാനും ആയിരിക്കും. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നതൊക്കെ എഴുതാം. കേസ് 1 m1 ഈസ് ഈക്വൽ ടു m, x1 ഈസ് ഈക്വൽ ടു 0, y1 ഈസ് ഈക്വൽ ടു 0. അതല്ലേ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് 0 0. ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ m2 ഈസ് ഈക്വൽ ടു m2 എത്ര പറഞ്ഞേക്കുന്നത്? 2m. ദാറ്റ് ഈസ് 2m. ഇതിൻ്റെ കേസ് 3m ആണ്. ഓക്കെ. ദെൻ x2 ഈസ് ഈക്വൽ ടു 1, y2 ഈസ് ഈക്വൽ ടു 0. തേർഡ് കേസിൽ m3 ഈസ് ഈക്വൽ ടു 3m, x3 ഈസ് ഈക്വൽ ടു എത്ര? -2, y3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാ കേസിലും y 0 ആയതുകൊണ്ട് എന്തായാലും y കമ്പോണൻറ്റ് 0 ആയിരിക്കും. സോ വാല്യൂ ഓഫ് എക്സ് കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്, എക്സ് കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ഓക്കെ. നമ്മുടെ m1 എത്രയാണ് തന്നേക്കുന്നത്? m. സോ m ഇൻറ്റു x1 ഈസ് 0 പ്ലസ് m2 എത്രയാണ്? 2m ഇൻറ്റു x2 എത്രയാണ്? 1 പ്ലസ് m3 എന്ന് പറഞ്ഞാൽ 3m ഇൻറ്റു വാട്ട് ഈസ് x3? -2.
അത് ഓർത്തോണേ. മൈനസ് നമ്മൾ വിട്ടുപോകുന്നതൊക്കെ കേസ് അത് പ്രത്യേകിച്ച് ഓർത്തോണം. സോ m1 പ്ലസ് m1 എന്ന് വെച്ചാൽ m, നെക്സ്റ്റ് ഈസ് 2m പ്ലസ് 3m, ഇത്രയല്ലേ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കാം, ദിസ് ടേം ഈസ് 0, ബാക്കി എന്താ വന്നേക്കുന്നത് 2m മൈനസ് 3 6 6m ഡിവൈഡഡ് ബൈ 1 2 3 3 3 6 6m. ഓക്കെ, ഇനി എത്ര വരും -4m ഡിവൈഡഡ് ബൈ 6m. m ക്യാൻസൽ ചെയ്യാം, ബാക്കി എത്രയുണ്ട്, ബാക്കി വരുന്നത് 4/6 ആണ്. നമുക്ക് ഒന്നുകൂടെ കുറയ്ക്കാം, ദാറ്റ് ഈസ് -2 വരും, ദിസ് വൺ ഈസ് 3. സോ ആൻസർ ഈസ് -2/3 ആണ് എക്സ് കമ്പോണൻ്റ്. അപ്പം പോയിൻ്റ് എവിടെ വരും -2/3, 0, അതായത് 0.666. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നത്, ഇവിടെയാണ്. സോ ദാറ്റ് പോയിൻ്റ് ഈസ് -2/3 0. മൈനസ് ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് +x ആണ്, ഇത് -x ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടാണ് വരിക. -2/3 അല്ലേ നമുക്ക് കിട്ടിയത്. സോ ആൻസർ ഈസ് അവർ ഓപ്ഷൻ ഈസ് ഡി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചെയ്യാൻ. ബട്ട് നിങ്ങളൊന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. 3 പോയിന്റ് തരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. നമുക്ക് ആ കൺസെപ്റ്റ് അറിയാമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പക്ഷേ നിങ്ങളത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. അതുകൊണ്ട് ഇത് തന്നെ പിന്നെയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്യുക. ഫുൾ നിങ്ങൾ കാണണമെന്നില്ല, ക്വസ്റ്റ്യൻ കാണുക, അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കണം. കാരണം ഇന്നിപ്പോൾ പഠിച്ചു, കുറച്ച് കഴിഞ്ഞ് ചിലപ്പം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കുക, പിന്നെയും ചെയ്യാം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കാം. ഇത് കീം 2020 ഒരു പ്രോബ്ലമാണ്. 4 പാർട്ടിക്കിൾസ് ഓഫ് മാസസ്, 4 പാർട്ടിക്കിൾ ഉണ്ട് മാസിൻ്റെ. 1 ഈസ് 1 kg, another one is 2 kg, m2 is 2 kg, m3 is 1 kg and m4 നമുക്ക് തന്നിട്ടില്ല. These are placed at 4 corners of a square. ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിൽ ഈ 4 മാസസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ മാസ് m4 റിക്വയർഡ്. അപ്പോൾ m4ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഈസ് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഒരു സ്ക്വയർ ഉണ്ട്, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വേണമെങ്കിൽ എടുക്കാം. ഒരു സ്ക്വയർ ഉണ്ട്, സെൻറ്റർ നമുക്ക് 0 0 ആയിട്ട് തന്നെ എടുക്കാം. ദാറ്റ് വിൽ ബി ഈസി. അപ്പോൾ ദിസ് വൺ ഈസ് എ ബി സി ഡി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഒരു മാസ് ഉണ്ട്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. മാസ് എത്രയാണ് തന്നേക്കുന്നത്, m1 ഈസ് 1 kg. അപ്പം നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ എക്സാക്ട്ലി പോയിൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്കിത് ഇവിടെ +1 എടുക്കാം, ഇവിടെയും +1 എടുക്കാം. ദിസ് വൺ ഈസ് -1, ദിസ് വൺ ഈസ് -1. അപ്പോൾ ഇങ്ങോട്ടൊരു 2 മീറ്റർ നീളത്തിലും വീതിയിലുള്ള 2 മീറ്റർ എന്ന് കരുതുക, നീളത്തിലും വീതിയിലുള്ള ഒരു സ്ക്വയറിൻ്റെ 2 സൈഡ്സും 2 മീറ്റേഴ്സ് ആണെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ഇവിടെ 1, ഇതിപ്പം 0 0 ആയതുകൊണ്ട് ഇങ്ങോട്ട് -1 വന്നു, അങ്ങോട്ട് +1 വന്നു. സോ ഈ പോയിൻ്റ് എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ ഇവിടെ -1 അല്ലേ, വൈൻ്റെ വാല്യൂ ഇവിടെ +1 ആണ്. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -1 1. എക്സിൻ്റെ വാല്യൂ -1 ആണ്, വൈൻ്റെ വാല്യൂ +1 ആണ്. ഇവിടെ എന്ത് വരും, ഇവിടെ എക്സിൻ്റെ വാല്യൂ ഈസ് 1, വൈൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. സോ ബിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 1 +1 +1. ഈ സി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇതല്ലേ 0.1 +1, ഇവിടെ വൈൻ്റെ വാല്യൂ ഈസ് -1. സോ ദിസ് ഈസ് -1. ഇവിടെയോ എക്സും വൈയും -1 -1 ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. സോ ഈ പോയിൻറ്റ്സ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് 4 പോയിൻറ്റ്സ് ഉണ്ട്, അത് സ്ക്വയർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ അഗെയിൻ പിന്നെന്താ ചോദിച്ചേക്കുന്നത്, ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. m1ൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് 1 kg. m2ൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m2 ഈസ് എത്രയാണ് 2 kg. What about m3? m3 is 1 kg. So here it is m3 is 1 kg. m4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. m4 ആണ് കണ്ടുപിടിക്കേണ്ടത്. m4 എങ്ങനെയായിരിക്കണം, m4 ഷുഡ് ബി സച്ച് ദാറ്റ് ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ഒറിജിനൽ തന്നെ, ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ തന്നെ വരണം. എന്ത്, സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അതാണ് കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെൻറ്റർ ഓഫ് സ്ക്വയർ.
അപ്പോൾ സെൻറ്റർ ഓഫ് സ്ക്വയർ ആണ് നമ്മുടെ 0, 0 പോയിന്റ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു 0, വൈ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ m1 ഈസ് ഈക്വൽ ടു 1 kg, പിന്നെ x1 ഈസ് ഈക്വൽ ടു -1, y1 ഈസ് ഈക്വൽ ടു 1. സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ m2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 kg, x1 ഈസ് ഈക്വൽ x2 ഈസ് ഈക്വൽ ടു 1, y2 ഈസ് ഈക്വൽ ടു 1. തേർഡ് കേസിൽ അതായത് പോയിന്റ് സി ആണ്, m3 ഈസ് ഈക്വൽ ടു 1 kg, x3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1, y3 ഈസ് ഈക്വൽ ടു -1. സോ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ m4 നമുക്ക് തന്നിട്ടില്ല, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. m4 ആയിട്ട് നമുക്ക് എടുക്കാം. x4 ഈസ് ഈക്വൽ ടു 1, -1, y4 ഈസ് ഈക്വൽ ടു -1. സോ നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് m4 x4. ഇത്രയും നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാം എഴുതണം. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4. അപ്പം ഈ എക്സ് കമ്പോണൻറ്റ് എത്രയാണ് നമുക്കറിയാം? സെൻറ്റർ ഓഫ് മാസ് ഇതായിരിക്കണം എന്ന് അവർ 100% പറയുന്നുണ്ട്. സോ എക്സ് കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 അല്ലേ? 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് ഇത് നമുക്ക് വേണ്ടല്ലോ, ഇത് എടുക്കണ്ട, മുകളിലത്തെ തന്നെ എടുത്താലും മതി. സോ m1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് m2 എത്രയാണ്? 2 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ +1 പ്ലസ് m3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ 1 ഇൻറ്റു x3 അഗെയിൻ 1, x4 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇതിന് ഇക്വലും ഇതും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ടൊക്കെ 1 അഗെയിൻ പ്ലസ് m4 നമുക്ക് അറിയത്തില്ല, m4 എന്ന് തന്നെ എഴുതുക, ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ കൂട്ടുന്നത്, അതായത് 1 പ്ലസ് 2 kg അല്ലേ ബി, 2 പ്ലസ് 1 പ്ലസ് m4 ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 0. സോ താഴെ എന്തായാലും 0 ആവാൻ പറ്റില്ല, ദാറ്റ് വുഡ് ബി ഇൻഫിനിറ്റി. സോ മുകളിലത്തെ ടേം എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് 1 മൈനസ് m4 എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി 0. സോ m4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. m4 ഈസ് ഈക്വൽ ടു 2 kg. സോ കെ ജിയിലല്ലേ വേണ്ടേ? സോ m4ൻ്റെ വാല്യൂ നമ്മൾ 2 kg കൊടുത്തു കഴിയുമ്പോൾ എന്താകും? ഇതിൻ്റെ എല്ലാം കൂടെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ തന്നെ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി കാണാമല്ലോ, ഇത് 2 kg, ഇത് രണ്ടും 1 kg. അപ്പോൾ തിരിച്ച് ഇതും കൂടെ 2 kg ആണെങ്കിൽ ഇത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓരോന്നും അസ്യൂം ചെയ്യാനൊന്നും പറ്റില്ല. സോ m4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 kg. ആൻസർ ഈസ് ഇ. സോ സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ, സ്ക്വയർ ആയിരിക്കും മിക്കവാറും കേസിൽ സ്ക്വയർ ആയിരിക്കും തരുന്നുണ്ടാവുക. ഇനി സ്ക്വയർ അല്ലെങ്കിൽ പോലും നിങ്ങൾ അതനുസരിച്ച് എടുക്കുക. സെൻറ്റർ 0, 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ഉണ്ടായിരിക്കും. സോ വളരെ സിമ്പിൾ അല്ലേ ഈ പ്രോബ്ലം? നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ലാസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയായിരുന്നു, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി, സ്പ്രിങ്ങിൻ്റെ എനർജി, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എല്ലാം പഠിച്ചു. പക്ഷേ 2 മാസസ് ഇങ്ങനെ ഇരിക്കുവാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് r ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ, കാരണം എക്സാക്ട്ലി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതുകൊണ്ട് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. എർത്തിൻ്റെ സർഫസിൽ 0 ആണെന്ന് വിചാരിച്ചിട്ട് ആ ഡിഫറൻസ് ആണ് നമ്മൾ ആക്ച്വലി എടുക്കുന്നത്. സോ ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 മാസസ് m1 m2 ഉണ്ടെങ്കിൽ നമുക്ക് സ്മോൾ m എടുക്കാം. m1 m2 ഉണ്ട്, ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആക്ച്വലി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ -g ഇൻറ്റു m1 ഇൻറ്റു m2 ബൈ r. അപ്പോൾ ഇനിയുള്ള കേസിൽ അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് g എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ g ഈസ് ഗ്രാവിറ്റി ഇൻറ്റു r സ്ക്വയർ എന്ന് വെച്ചാൽ എർത്തിൻ്റെ റേഡിയസ്.
നമ്മൾ എർത്താണെന്ന് വിചാരിക്കണം. എർത്തിൻ്റെ റേഡിയസ്, ഇത് എർത്തിൻ്റെ മാസമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു പ്രോബ്ലം ഉണ്ട്, അതും കൂടെ ഞാൻ ചെയ്യിപ്പിക്കുക. അത് ഞാൻ ഇൻ കേസ് കണ്ടതാണ്, അത് കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയി. അപ്പോൾ ആ പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലം. കീം 2025-ലെയാണ്, പക്ഷേ ഇത് ക്യാൻസൽ ചെയ്ത പ്രോബ്ലമാണ്. എന്തായാലും നമുക്കിത് നോക്കാം. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് എം ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ മാസ് എം ആണെന്ന് എടുക്കുക, എർത്തിൻ്റെ റേഡിയസ് ആണെന്ന് എടുക്കുക. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് ജി. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ദാറ്റ് ഈസ് യു. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമല്ലോ, Gm1m2/r. സോ ഹിയർ ഒരു ബോഡി നമ്മുടെ എർത്ത് ആയതുകൊണ്ട് ദാറ്റ് m1 ഈസ് ഈക്വൽ ടു m, സ്മോൾ എം എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ മാസ്, ദെൻ r എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം G/mm/r. സോ ദിസ് ഈസ് ദ ആൻസർ, ക്യാപിറ്റൽ ആർ. സോ ദിസ് ഈസ് ദ ആൻസർ. പിന്നെ എന്താ ഇത് ക്യാൻസൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെയും കൂടി എഴുതാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ജീനെ നമുക്ക് എർത്തിൻ്റെ കേസിൽ എർത്തിൻ്റെ ഗ്രാവിറ്റി വെച്ചിട്ട് നമുക്ക് എഴുതുമ്പോൾ വാട്ട് വുഡ് ബി ദ ക്യാപിറ്റൽ ജി? സ്മോൾ g/r² ഇൻറ്റു m/r. അപ്പോൾ എം ക്യാൻസൽ ചെയ്യാം, എം ക്യാൻസൽ ചെയ്യാം, ഒരു ആർ ക്യാൻസൽ ചെയ്യും, ഒരു ആർ ക്യാൻസൽ ചെയ്യാം. വാട്ട് വുഡ് ബി ദ ആൻസർ? -GRm. അങ്ങനെ ഒരു സാധനം കൂടെ അവിടെ ഇല്ലേ, തിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ, mgr. ഓക്കെ, സോ ആ ഒരു ആൻസറും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് ആൻസർ വന്നതുകൊണ്ടാണ് അവരത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ രണ്ട് രീതിയിലും ഇതിനെ എഴുതാം. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 മാസസ്. അപ്പോൾ ഈ 2 മാസസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി ഹെവൻലി ബോഡീസിൻ്റെ കേസിലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ 2 മാസത്തിൽ ഒന്ന് നമ്മുടെ എർത്താണ്, ഒന്ന് എർത്തിൻ്റെ മുകളിലിരിക്കുന്ന എർത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ബോഡി. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ എർത്തിൻ്റെ റേഡിയസ് തന്നെ നമുക്ക് എടുക്കാം. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ റേഡിയസ് ഇസ് വെരി സ്മോൾ. സോ അത് 6 തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് എർത്തിൻ്റെ ഗ്രാവിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് ഈ രണ്ട് ആൻസറും നമുക്ക് ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ പോയിന്റ് ഞാൻ ലാസ്റ്റ് ടൈം വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. 2, 3, 4 പ്രാവശ്യം ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഓടിച്ചോടിച്ച് ചെയ്ത് നോക്കുക. നന്നായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുക. മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിലോ ലെങ്ത് കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാം. മാക്സിമം പ്രോബ്ലംസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യിക്കുന്നത്. ഇനി മോഡൽ ക്വസ്റ്റ്യൻസും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.